പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, വീഡിയോസിലാണെങ്കിലും എഴുത്തിലൊക്കെ പോസ്റ്റിലൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിൽ വീണ്ടും പറയുന്നത് വെച്ചാൽ വരുന്ന കേസുകളിൽ അതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ഇഫക്റ്റ് കാണുന്നതുകൊണ്ടാണ്. അതായത് നമ്മളിപ്പോൾ ഗൂഗിളൊക്കെ ഇത്രയും ആളുകൾ യൂസ് ചെയ്യുന്ന കാലമായതുകൊണ്ട് തന്നെ പല സൈക്കോളജിക്കൽ ടേംസും സുപരിചിതമാണ്. പിന്നെ അതുപോലുള്ള പല പല ഇന്റർവ്യൂസും ഒക്കെ കണ്ട് എല്ലാവർക്കും കുറേയേറെ സൈക്കോളജിക്കൽ ടേംസ് സുപരിചിതമാണ്. പക്ഷെ എന്തെങ്കിലും വായിച്ചിട്ട് ഇതില്ല നമുക്കുണ്ട് എന്ന് വിചാരിക്കരുത്. മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് OCD ആണ്. OCD എന്ന് വെച്ചാൽ വൃത്തി മാത്രമല്ല അതിനകത്തിൽ വരുന്നൊരു പ്രശ്നം, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ OCD പിന്നെ വേറൊരു സംഭവം ഭയങ്കരമായിട്ടും അപകടത്തിലോട്ട് പോകുന്ന ഒരിതാണ് ഡിപ്രഷൻ എന്നുള്ള വേർഡ് വെറുതെ എടുത്ത് വെക്കരുത്. ഡിപ്രഷൻ എന്താണെന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ സ്ട്രെസ്സും ഡിപ്രഷനും തമ്മിൽ തെറ്റിപ്പോകരുത്. OCD എന്ന് പറയുന്നൊരു അവസ്ഥ അത് പിന്നെ നമുക്കത് ഉണ്ടെന്ന് അങ്ങനെ സംശയം തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു തെറാപ്പിസ്റ്റിനെ പോയി കാണുകയാണ് വേണ്ടത്. എന്നിട്ട് ആ ഒരു തെറാപ്പിസ്റ്റ് പറയുന്ന പോലെ നമ്മൾ ശീലിക്കുക. ഓക്കെ, അല്ലാണ്ട് നമ്മൾ സ്വയം OCD ആണെന്ന് പറയരുത്. നമ്മൾ ഭയങ്കര ഗമയോടുകൂടി പറയുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ എനിക്ക് OCD ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഡിപ്രഷനിലായിരുന്നു. ഇത് രണ്ടും വെറുതെ എടുത്തിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇപ്പം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് എൻ്റെ ലൈഫിൽ, പ്രൊഫഷണൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് പ്രൊഫഷണൽ ലൈഫിൽ ശത്രുക്കളും ഉണ്ടാവും, മിത്രങ്ങളും ഉണ്ടാവും. അപ്പം ശത്രുക്കളുടെ വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളത്, അതും അഭ്യസ്ത വിദ്യരായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, പിന്നെ എന്തിനു കൗൺസിലിംഗ്, അതൊന്ന് പ്രാർത്ഥിച്ചാൽ പോരെ. നമുക്ക് കൈയും കാലും ഒക്കെ ഒടിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണോ അതിന് ഒരു അതിനെ ഒന്ന് മാറ്റിയെടുക്കുന്നത്? അല്ലല്ലോ. നമ്മൾ എന്താ ചെയ്യുന്നത്? കൈയും കാലും ഒക്കെ ഒടിയുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഓർത്തോയെ കണ്ട് അല്ലെ, ഓർത്തോയെ കണ്ട് അത് പിന്നെ എന്തൊക്കെയോ ചെയ്യേണ്ട സ്കാൻ ചെയ്യും, എക്സ്റേ എടുക്കും, എല്ലാം ചെയ്തിട്ട് നമ്മൾ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് നമ്മൾ നമ്മുടെ കൈയും കാലിനെയും സേഫ് ആക്കി എടുക്കാൻ നോക്കും അല്ലെ. താൻ പാതി ദൈവം പാതി. ഞാനും ഒരു വിശ്വാസിയാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തേ പറ്റും എന്ന് പറയുന്ന പോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഉറപ്പായിട്ടും അതിനെ പിന്നെ ആരാണോ അത് ചികിത്സിക്കാനായിട്ട് യോഗ്യതയുള്ളവർ അവരുടെ തന്നെ ചെല്ലണം. തെറാപ്പി എന്ന് പറയുന്നത് ചിലപ്പോൾ കൗൺസിലിംഗ് പ്രത്യേകിച്ചും ഒരു സെഷനിൽ ചിലപ്പോൾ അത് തീരണം എന്നില്ല. കാരണം ഒരു സെഷൻ എപ്പോഴും റാപ്പോ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് നടക്കുന്നത്. ഇപ്പൊ കുട്ടികളുടെ പ്രശ്നമായിട്ട് ചില ആളുകൾ വിളിക്കും. ഞാൻ കമ്പൽസറി ആയിട്ട് നിശ്ചയമായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ആദ്യം പേരൻസിനെ കാണണം, പേരൻസുമായിട്ട് സംസാരിക്കണം. കാരണം നിങ്ങൾക്ക് പ്രശ്നമാണ് പരിഹരിക്കേണ്ടത്, അതിനൊരു വേ ഉണ്ട്. ആ പാതയിലൂടെ, ആ ഒരു വഴിയിലൂടെ പോയാൽ മാത്രമേ നമുക്ക് അതിന് ഫലം കിട്ടൂ. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായിട്ടുള്ള വഴികളുണ്ട്. അപ്പം ഗൂഗിൾ നല്ലതാണ്, നമുക്ക് ഒരുപാട് പ്രയോജനമാണ്. പക്ഷെ നമ്മുടെ സ്വന്തം ലൈഫ് അതിനൊരു പരീക്ഷണ വസ്തുവാക്കി മാറ്റരുത്.